പ്രിയമുള്ളവരെ സുഹൃത്തുക്കളെ, ജീവകാരുണ്യ പ്രവർത്തന ഫണ്ട് കൈമാറ്റവും ദർശന TV മാപ്പിളപ്പാട്ട് റിയാലിറ്റി ഷോ കുട്ടിക്കുപ്പായത്തിലേക്ക് സെലക്ഷൻ ലഭിച്ച വിദ്യാർത്ഥികളെ ആദരിക്കൽ ചടങ്ങും ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. മഞ്ചേരി നെല്ലിക്കുത്തുള്ള കിഡ്നി തകരാറിലായ സഹോദരന് വേണ്ടിയാണ് തെരുവിൽ പാട്ടുപാടി ഗാനോത്സവം ഫണ്ട് സമാഹരിച്ചത്. ഹക്കീം തുവൂർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ശശികുമാർ അധ്യക്ഷത വഹിച്ചു. ഗാനോത്സവം കോർഡിനേറ്റർ അക്രം ഉദ്ഘാടനം ചെയ്തു. വിശിഷ്ടാതിഥികളായി രാധാകൃഷ്ണൻ അരൂരും മുഖ്യപ്രഭാഷണം ഹാഷിമും നടത്തി. ജീവകാരുണ്യ പ്രവർത്തകൻ ഫാറൂഖ് ചെറുപ്പുളശ്ശേരി, നെല്ലിക്കുത്ത് വാർഡ് കൗൺസിലർ ശ്രീമതി ശ്രീജ, കൗൺസിലർ സിദ്ദീഖ്, സബ്ന അക്രം തുടങ്ങിയവരും ആശംസകളും പ്രസംഗങ്ങളൊക്കെ നടത്തി. അതുപോലെ തന്നെ 15 ലക്ഷത്തോളം രൂപയാണ് അവിടെ കൈമാറ്റം ചെയ്തിട്ടുള്ളത്. നമുക്കതിൻ്റെ ചെറിയൊരു വീഡിയോ. പരിശുദ്ധമായ സിത്തൂസ് ദോശ ഇഡ്ഡലി മാവ് മിക്സ് ഇനി കരുവാരകുണ്ടിലും. കരുവാരകുണ്ട് തരിശിൽ ഒരു കുടിൽ വ്യവസായത്തോടുകൂടി സിത്തൂസ് ഇഡ്ഡലി ദോശമാവ്. ഫോൺ 9497662881. ബക്കറ്റുമായി തിരിച്ച 14,15,000 രൂപ ഇന്നിവിടെ കൈമാറുകയാണ്. അതിൻ്റെ ചടങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ബക്കറ്റ് കാണിച്ച് ഇരിക്കുമ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. നമ്മുടെ സപ്പോർട്ട് പറഞ്ഞാൽ വാട്സപ്പിലും ഗൂഗിൾപേയിലൊക്കെ ഒരുപാട് പൈസ സഹായിക്കുന്നത് മാത്രമല്ല, ഷെയർ ചെയ്ത് കണ്ട് ഇതിൽ ഇരിക്കുന്ന പലരും തന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അവരോടൊക്കെ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളെ ഇതിനു വേണ്ടി 14 ലക്ഷം എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഇപ്പോഴത്തെ സമയത്ത് വലിയൊരു സംഖ്യയാണ്. 14,15,000 ചില രൂപയാണ് നമ്മൾ തെരുവിൽ ഇതിനു വേണ്ടി അനൗൺസ്മെന്റ് ചെയ്തത്. മണി മേലാറ്റൂർ സ്റ്റുഡിയോ നമ്മുടെ മുമ്പിലുണ്ട്. 2 ഗാനങ്ങളെ നമുക്ക് പാടിത്തന്നു. മണി സ്റ്റുഡിയോ, ഫൈൻ മീഡിയ. അപ്പോൾ അതിന് 14 ലക്ഷത്തില്ല രൂപ മണിയുടെ ശബ്ദത്തിനാണ് നമുക്ക് ആളുകൾ റോഡിൽ നിന്ന് അതിനെല്ലാവരും ഒരു കയ്യടി മണിക്ക് വേണ്ടി കൊടുക്കുക. നമ്മളിൽ കളക്ഷൻ പിരിക്കുന്ന പല ആളുകളുണ്ടെങ്കിലും നമ്മളെല്ലാം ഓരോരുത്തരും പിരിക്കുന്നതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ നമ്മൾ എഴുതി വെച്ചതിൽ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് നിന്ന് കേട്ടിട്ടുണ്ട്. പല ആളുകളും ഞങ്ങളെ സഹായിക്കണം, സഹകരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ ഞങ്ങൾ ഒഴിവില്ല ആളുകളൊക്കെ, ഞാൻ ടാക്സി ഡ്രൈവറാണ്, എല്ലാവർക്കും പറയും കരുവാരക്കുണ്ട് ടവേരയും പോകുന്ന ആളാണ്. നമുക്ക് ഒഴിവുണ്ടാകുമ്പോൾ നമ്മൾ പോവുക. അതുപോലെ ഒഴിവില്ല ആളുകളൊക്കെ വിദ്യാർത്ഥികൾ വരെ ഇതിൽ ഉൾപ്പെട്ടു പോകുന്ന ഒരു സംഭവമാണ്. ആർക്കുവാണെങ്കിലും ഇതിൽ സഹായിക്കാം. നമ്മൾ 14,15,000 രൂപ വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ്. അതിൽ കമ്മിറ്റിക്കാർ അതുള്ള അതുപോലെ തന്നെ ഒരുപാട് അംഗങ്ങൾ നേരിട്ട് പറച്ച ഒരുപാട് ആളുകൾ കഷ്ടപ്പാടുണ്ട്. മെമ്പർ, നമ്മുടെ നെല്ലിക്കുത്തുള്ള മെമ്പർ അടക്കം അവർക്ക് ഒരുപാട് വിളികൾ വന്ന് എല്ലാം കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഈ സംഖ്യ ഉണ്ടാക്കാൻ. ഓരോരുത്തരും നാണയത്തൊട്ടുകൾ കൊടുത്തത് കൊണ്ട് മാത്രമാണ് ഇത്രയും വലിയൊരു എമൗണ്ട് നമ്മളെ കുറിച്ച് നോക്കുമ്പോൾ വലിയൊരു എമൗണ്ട് ആണ്. 14,15,000. 3 ദിവസമായി അബ്ദുറഹീം എന്ന ഒരു വ്യക്തിയുടെ ജീവന് വേണ്ടി ബോബി ചമ്മട്ടൂർ അടക്കമുള്ള മലയാളത്തിലെ ഹൃദയമുള്ള ഒരുപാട് മനുഷ്യന്മാർ, ഹൃദയമുള്ള ഒരുപാട് ആളുകൾ ചേർന്നതുകൊണ്ട് ജാതിയും മതവും വർഗവും ഒക്കെ വിട്ടുകൊണ്ട് ഒത്തുചേർന്ന് 34 കോടി രൂപ സമാഹരിച്ച ഒരു കാലഘട്ടത്തിലെ ഒരു സമയത്താണ് നമ്മൾ ഈ പരിപാടിയോട് സംഘടിപ്പിക്കുന്നത്. കരുണ പറ്റിയിട്ടില്ല എന്ന് ഇപ്പോഴാണ് പല കേരളീയർക്കും ബോധ്യമാവുന്നത്. എന്നാൽ ഇത് ഒരുപാട് മുമ്പ് തന്നെ കരുവാരക്കുണ്ടുകാർക്ക് ബോധ്യമായിട്ടാണ്. ഗാനോത്സവത്തിലൂടെ ഏകദേശം 2,50,00,000 രൂപ ഒരുപാട് രോഗികൾക്കായിട്ട് ഗാനോത്സവം കരുവാരക്കുണ്ട് തെരുവിൽ പാട്ട് പാടിക്കൊണ്ട്, യാതൊരു ലാഭേച്ഛയും ഇല്ലാതെ തെരുവിൽ പാട്ട് പാടിക്കൊണ്ട് ഒരുപാട് രോഗികൾക്ക് നൽകിയിട്ടുണ്ട് എന്നത് ഈ ഒരു പ്രസ്ഥാനത്തിന്റെ മഹത്വം നമുക്ക് ബോധ്യമാവുന്നതാണ്. നമുക്കറിയാം കേരളത്തിൽ ഒരുപാട് ചാരിറ്റി പ്രവർത്തകരുണ്ട്, ചാരിറ്റി സംഘടനകളുണ്ട്. ഇതൊക്കെ അവസാനം ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചേരുക എന്നതല്ലാതെ ഇതിന്റെ കയ്യും കണക്കില്ലാത്തൊരവസ്ഥയാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്ന കാര്യം എത്ര രൂപയാണോ പിരിച്ചത് അത് ഇതുപോലെ ചാക്കിലാക്കിയിട്ട്, ചില്ലറയും നോട്ടൊക്കെ ചാക്കിലാക്കിയിട്ട് സാധാരണക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം, അത് പരസ്യമായി ചെയ്യുന്ന ഒരേ ഒരു പ്രശ്നം. ഈ ഗാനോത്സവത്തിന്റെ പാട്ടുവണ്ടി അരിയൂർ വീതിയിലൂടെ കടന്നു പോയപ്പോൾ അവരുടെ അനൗൺസ് എന്നെ വളരെയധികം എന്താണ് പറയാ എന്ന് എനിക്ക് അറിയുന്നില്ല. എന്തായാലും ഞാൻ ചെറിയൊരു സംഖ്യ അവർക്ക് കൊണ്ടുപോയി കൊടുത്തു. ഇന്നലെ വൈകിട്ട് ഉണ്ട് ഇവിടുന്ന് അരിയൂർ രാമകൃഷ്ണേട്ടനല്ലേ, അതെ, കരുവാരക്കുണ്ടിൽ നിന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നാളെ 14,00,000
15 ലക്ഷം ഉറുപ്പിക ഞങ്ങൾ സ്വരൂപിച്ചിട്ടുണ്ട്. അത് നൽകുന്ന വേളയിലേക്ക് താങ്കളുടെ മഹനീയ സാന്നിധ്യം ഉണ്ടാകണമെന്ന് അഷ്റഫ്ക്കായും ശശിയും പിന്നെ ഒരാളും പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇന്ന് 3 പരിപാടികളുള്ള ദിവസമായിരുന്നു. മാത്രമല്ല നാളെ വിഷുവാണ്. എന്ത് തിരക്കുണ്ടെങ്കിലും ശരി, ഞാൻ വന്നിരിക്കുമെന്ന്. 3:30 നമ്മുടെ പരിപാടി ആരംഭിക്കുമെന്ന് പറഞ്ഞു. ഞാൻ 2:30 മണിക്ക് തന്നെ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞ്, ശശിക്കറിയാം അല്ലേ, 2:30 മണിക്ക് തന്നെ എത്തി. ഞാൻ ഒരുപാട് പറയുവാനുണ്ട്, കാരണം പ്രസംഗം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് പറയാനുണ്ടിരിക്കും. അപ്പൊ ഞാനത് കൂടുതൽ പറയുന്നില്ല. എന്തായാലും ഈ നമ്മുടെ ഗാനോത്സവം, ഈ സംരംഭത്തിന് എല്ലാവിധ ഭാവങ്ങളും ഞാൻ നൽകുകയാണ് ചെയ്യുന്നത്. വലിയ വിപ്ലവാത്മകമായ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയവർ എന്ന നിലക്ക് ഒരു മ്യൂസിക് പഠനകേന്ദ്രം എന്ന് മാത്രമാണ് എൻ്റെ മനസ്സിലുണ്ടായത്. പക്ഷെ ഒരു നാടിൻ്റെ സങ്കടങ്ങൾ ഏറ്റെടുക്കാൻ, ഒരു സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ, തങ്ങളുടെ മേഖലയെ, ആസ്വാദന മേഖലയെ ഉപയോഗിക്കുന്ന ഒരു സമൂഹത്തെ കാണുന്നത് വലിയ മലപ്പുറത്തിൻ്റെയും മലമുകളാണ് കരുവാരക്കുണ്ട്, കുറേ കിഴക്കോട്ട്. പക്ഷേ കിഴക്ക് നിന്ന് ബാലാർക്കൻ ഉദിച്ചു വരുമ്പോൾ ലോകത്തിന് അത് നൽകുന്ന ഒരു വലിയ സന്ദേശമുണ്ട്. എല്ലാവർക്കും വെളിച്ചം പകർന്ന്, ഊർജം പകർന്ന് മുന്നേറുകയാണ്. കരുവാരക്കുണ്ടിൻ്റെ സൂര്യനാണ് ഗാനോത്സവം എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം തൊട്ടടുത്ത നഗരപ്രദേശങ്ങൾക്ക് കവച്ചു വെക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതിന് ജാതി വ്യത്യാസമില്ല, മതവ്യത്യാസമില്ല. ഇപ്പം അതൊക്കെയാണല്ലോ മനുഷ്യരുടെ പറച്ചിൽ. അതൊന്നും ഇല്ലാതെ ഒത്തൊരുമിക്കും. പ്രവർത്തനങ്ങളും കുട്ടികളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞത് നല്ലൊരു കാര്യമായിട്ട് കാണുന്നു. കലയെ സ്നേഹിക്കുന്ന, നമ്മുടെ നാടിനെ സ്നേഹിക്കുന്ന മക്കളായി എല്ലാ പ്രവർത്തനങ്ങൾക്കും മുന്നോട്ട് വരാൻ ഇവർക്കൊരു പ്രചോദനമാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നു. ഇത്തരം ഒരു വേദിയിൽ പങ്കെടുക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ ഒരു ഭാഗ്യമായിട്ട് സന്തോഷമായിട്ട് കാണുന്നു. എൻ്റെ വാർഡിലെ ഒരു പേഷ്യൻ്റാണ് റഫീഖ്. നേരം ഇപ്പോൾ ഇവർ ഈ ഒരു കളക്ഷൻ ഇറങ്ങിയത് മുതൽ എല്ലാ ദിവസവും ആദ്യത്തെ കോൾ എനിക്ക് ഇവർ പോകും. അപ്പോൾ ഒരുപാട് ആളുകൾ ഇതിനെ നെഗറ്റീവായിട്ട് കാണുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ ഒരു മറുവാക്കായിട്ടാണ്, അവർക്കൊക്കെ ഉള്ള ഒരു ഉത്തരമാണ് ഇന്നിവിടെ നടക്കുന്ന ഈ ഒരു ചടങ്ങ്. 2 ദിവസം മുമ്പ് കുറച്ച് കർശനമായിട്ട് തന്നെ ഇടപെടേണ്ടി വന്നു. അവർ അങ്ങനെയൊക്കെയുള്ള ആളുകളും നമ്മുടെ ഇടയിൽ ഉണ്ടെങ്കിലും അതിനൊക്കെ മറികടന്നുകൊണ്ട് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് നമ്മുടെ ഗാനോത്സവം ടീം ഇത്രയും വലിയൊരു സംഖ്യ കളക്ഷൻ ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചു. അതൊരു വലിയ വിജയം. നടത്തി മാറ്റിവെക്കുകയും സുഖമായി അവർ നമ്മുടെ കൂടെ നാട്ടിലൂടെ മുന്നോട്ട് പോകുന്നുണ്ട്. അതിനുശേഷം 3ാമത്തെ ആളാണ് ഇപ്പം നമ്മുടെ റഫീഖ്. ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ പിരിവ് നടത്തുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഈ കരുവാരക്കുണ്ട് ഗാനോത്സവ കൂട്ടായ്മ നടത്തിയ ഈ പിരിവ് ഒരു ഭീമമായ സംഖ്യയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ചെറിയ സംഖ്യയല്ല. 14-15 ലക്ഷത്തോളം ഉറുപ്പിക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് മര്യാദയ്ക്ക് നമ്മളൊരു സാധനം കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട പൈസ തരാൻ കഴിയാത്തൊരു കാലഘട്ടമാണ് ഇന്നത്തെ ഈ കാലഘട്ടം. സാമ്പത്തികമായി വളരെ പിന്നിലാണ് നമ്മുടെ നാട്. തുക സ്വരൂപിച്ചിട്ടുണ്ടെങ്കിൽ എത്രമാത്രം ഇതിനു വേണ്ടി റിസ്ക് എടുത്തിട്ടുണ്ട് എന്നാണ് ഈ അവസരത്തിൽ അറിയിക്കുന്നത്. നമ്മുടെ പോക്കറ്റിലുള്ള തുച്ഛമായ നാണയത്തൊട്ടുകൾ പോലും ഈ ഒരു പ്രവൃത്തി സമയത്ത് പറയേണ്ടായി. ആ ചില്ലറ ഒന്ന് നിങ്ങൾക്കാർക്കും എടുത്തു പൊക്കാൻ സാധിക്കുമെന്ന്. സത്യം പറഞ്ഞാൽ എന്നെ കൊണ്ട് അത് പൊക്കാൻ സാധിക്കാത്തൊരവസ്ഥയാണ്. അത്രയും നാണയത്തൊട്ടുകളാണ് പ്രിയപ്പെട്ടവരുടെ ജീവന് വേണ്ടിയിട്ട് ഗാനോത്സവം സംഗീത കൂട്ടായ്മ ഇവിടെ സ്വരൂപിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട ഗാനോത്സവത്തിൻ്റെ ഓരോ പ്രിയപ്പെട്ടവരുടെയും വലിയൊരു അധ്വാനത്തിൻ്റെ ഫലമാണ് റഫീഖ് എന്ന് പറയുന്ന നെല്ലിക്കുത്തുള്ള പ്രിയപ്പെട്ട സഹോദരൻ്റെ ജീവന് വേണ്ടി സഹായിച്ചത്. ഞാനും ശശിയേട്ടനും അതുപോലെ നമ്മുടെ ഗാനോത്സവത്തിൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ ഇതിൻ്റെ രജിസ്ട്രേഷൻ പുതുക്കാൻ പോകുന്ന ആ ഒരു സമയത്തുണ്ടായ അനുഭവം കൂടി പറയുകയാണ്. റഫീഖ് എന്ന് പറയുന്ന സുഹൃത്ത് ഹൃദയം പൊട്ടി കരഞ്ഞുകൊണ്ട് പറയുകയാണ്,
ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ ഞങ്ങൾക്ക് ലെറ്റർ തരുന്നില്ല. ഞങ്ങൾ പറഞ്ഞു കൃത്യമായിട്ട് എല്ലാ പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ റഫീഖെ നിന്റെ സഹായ ഹസ്തം നമുക്ക് എടുക്കാൻ സാധിക്കുള്ളൂ. കാരണം ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നത് കൊണ്ട് തന്നെ ഏതാണ് ശരി ഏതാണ് തെറ്റെന്നറിയാത്തൊരവസ്ഥയിലൂടെ ജനങ്ങൾ കടന്നു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പേപ്പർ കിട്ടിയാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷനിൽ മഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് ഞാൻ അപ്പം തന്നെ ഡയറക്റ്റ് വിളിക്കുകയാണ്. അവിടുത്തെ CI പറഞ്ഞു ഒരു കാരണവശാലും പേപ്പർ തരില്ലാതെ, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഇന്ന് വരെ ഈ സ്റ്റേഷനിൽ ഒരാൾക്ക് പോലും ഞങ്ങൾ പേപ്പർ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ ഒരു പേപ്പർ വരുന്ന സമയത്ത് അത് വേരിഫിക്കേഷൻ ഒപ്പിട്ട് കൊടുക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ ചോദിച്ചു. അത് ഞങ്ങൾ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ആ പ്രിയപ്പെട്ടവരെ അതിന് വേണ്ട കാര്യങ്ങൾക്ക് വിടുകയും 2-3 ദിവസം കൊണ്ട് തരില്ല എന്ന് പറഞ്ഞ പേപ്പർ ഗാനോത്സവം സംഗീത കൂട്ടായ്മ കൃത്യമായിട്ടുള്ള അന്ന് മുതൽ ഇന്ന് ഈ സമയം വരെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോലും ഞെട്ടിപ്പോയി. കാരണം കോടിക്കണക്കിന്